കൊറേ നാള് വിദ്യാമ്മയുടെ അവിടെ ശിങ്കിടി കളിച്ച് സുഖിച്ചതല്ലേ. ഇനി ഇവിടെ കുറച്ചു നാള് പണിയെടുക്കട്ടെ. ദേ, നീ ചുമ്മാതെ അവളോട് സിമ്പതി ഇറക്കാനൊന്നും നിക്കണ്ട കേട്ടോ. നിങ്ങളെന്താ അത്ര താമസിച്ചേ? അത് കടലിലുള്ള തിരക്കായിരുന്നു. ഒരുവിധം ഒതുങ്ങിയപ്പോഴാ ഇറങ്ങാനായത്. നിങ്ങൾ ഉണ്ണാൻ വരാൻ താമസിച്ചോണ്ടേ ഇവിടെ ഒരുത്തി ഒന്നും കഴിക്കാണ്ടിരിക്കുക. ഞാൻ ദേവൂട്ടിയുടെ കാര്യ പറഞ്ഞേ. അവളെ ആ വിദ്യാമ്മയുടെ അടുത്തുനിന്നുള്ള പൊറുതി നിർത്തി ഇങ്ങു പോന്നു. അവൾ ഇങ്ങോട്ട് വരുന്ന കാര്യം എന്നോട് സൂചിപ്പിച്ചിരുന്നു. അല്ല, നിങ്ങൾ അവളോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നോ? ആ, ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു. എന്തേ? അല്ല, ഗഗൻ ഇങ്ങോട്ട് താമസം മാറുന്ന കാര്യം അറിഞ്ഞിട്ടും അവൾ ഇങ്ങോട്ട് വരണമെങ്കിൽ അവക്ക് അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ അല്ലേ? എനിക്ക് അപ്പളേ അറിയാം. എന്നോടത് നടക്കില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മുമ്പിലും ഇതേ ഒരു മാർഗമുള്ളൂ എന്ന്. എന്തായാലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നിങ്ങൾക്കായല്ലോ. ഇന്ദുമതി, നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. അക്കാര്യമൊന്നും സമ്മതിച്ചിട്ടല്ല ദേവൂട്ടി ഇങ്ങോട്ട് വന്നത്. അതിനു പിന്നില് വേറെ കാരണങ്ങളാ. അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. വേറെ ചില കാരണങ്ങളോ? അതെന്താ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാരണങ്ങള്? ചുമ്മാ വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ നിങ്ങൾ പറ. അവള് വന്നു കയറിയപ്പോ മുതല് ഒരു മ്ലാനത ഞങ്ങളും ശ്രദ്ധിച്ചതാ. പക്ഷെ എത്ര ചോദിച്ചിട്ടും അവളത് പറയണ്ടേ? എന്താ കാര്യം എന്ന് വെച്ചാ അത് ഞങ്ങളും കൂടി അറിയണ്ടേ? ആ സന്ദീപിന്റെ അമ്മ കടയിൽ വന്ന് അവളെ കണ്ടിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരവളെ ഒരുപാട് വിഷമിപ്പിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളോ എന്നുവെച്ചാ ഒന്ന് തെളിച്ചു പറയുന്നേ. അവരുടെ മോനും ദേവൂട്ടിയും തമ്മിൽ ഇഷ്ടമാണെന്നോ, അയാൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണെന്നോ, അതുകൊണ്ട് ദേവൂട്ടി ഈ ഇഷ്ടത്തിൽ നിന്ന് പിന്മാറണമെന്നോ അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് ആകെ കാര്യങ്ങൾ വഷളാക്കി. അതിന്റെ മനപ്രയാസത്തിലാ അവൾ ഇവിടേക്ക് വന്നു കയറിയത്. ഇനി നീയും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെ കൂടുതൽ വിഷമിപ്പിക്കരുത്. എന്റെ കുട്ടി മാനസികമായി ആകെ തളർന്നിരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവളോട് അല്പം കരുണ കാണിക്കണം എല്ലാവരും. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഏതായാലും ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി ഇത് വെച്ചൊരു കളി കളിക്കും. അമ്മ എന്താ ഉദ്ദേശിക്കുന്നെ? ആ, വരട്ടെ, സമയാവട്ടെ, ഞാൻ പറയാം. എന്തായാലും അവരിവിടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ അവരെ ഒന്ന് നേരി കാണുന്നത് നല്ലതാ. അമ്മേ, അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. അന്വേഷിച്ചു പോയ മുരളിയും വന്നില്ല. അവനിന്ന് വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കുറച്ചു ദിവസം കുടജാദ്രിയിൽ കഴിച്ചു കൂട്ടാമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നിന്റെ അതിബുദ്ധിയും ആവേശവും കാരണം സംഭവിച്ച കാര്യങ്ങളാ. അമ്മ, ഞാൻ അതിബുദ്ധിയും ആവേശമൊന്നും കാണിച്ചതല്ല. ആ പെങ്കൊച്ചിനെ കണ്ട് കാര്യം തുറന്നു പറഞ്ഞില്ലെങ്കിലേ അവള് പിന്നെ അവന്റെ വാലി തൂങ്ങി നടക്കും. അവളെ മറക്കാൻ സന്ദീപ് തയ്യാറാവുകയില്ല. എത്രയും പെട്ടെന്ന് രണ്ടും രണ്ട് വഴിക്കായ സന്ദീപിന് കൊള്ളാവുന്ന കല്യാണാലോചന നമുക്ക് നോക്കാം. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിലെനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. ഞാൻ ചെയ്തത് ഒരു അമ്മയുടെ കടമ തന്നെയാ. നീ നിന്റെ കടമയെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ.